അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ 5 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഡിസംബറിൽ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഡിസംബറിലെ പെൻഷനല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മന്ത്രി പറയാം. അത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത്. 5 മാസം തുടർച്ചയായി പെൻഷൻ കിട്ടിയിട്ടില്ല. എത്രമാത്രം കടമാണ്, പലചരക്കിടയിൽ കടം, മരുന്ന് ഷാപ്പ്, മെഡിക്കൽ ഷാപ്പിൽ കടം, എവിടെ പോയാലും കടം. ആളുകൾ അപമാനിക്കും. കുറെ നാൾ 5 മാസമൊക്കെയായി കടകളിൽ കടം കൊടുക്കാതിരുന്ന ആളുകൾ ചോദിക്കില്ല, അവർക്കും ഈ പൈസ വേണ്ടേ? അങ്ങനെ ആളുകൾ അപമാനത്താൽ തലകുനിച്ചുകൊണ്ടാണ് ഈ 19 ലക്ഷം പേർ കേരളത്തിൽ നടക്കുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണ്, സർക്കാരിന്റെ മുൻഗണന ഏതാണ്, പ്രയോറിറ്റി ഏതാണ്? പാവപ്പെട്ട 50 ലക്ഷം പേർക്ക് മുടങ്ങിക്കിടക്കുന്ന 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കുകയാണോ? കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കാനില്ല, അത് കൊടുക്കുകയാണോ? അതോ ഈ തുലാവർഷക്കാലത്ത് ഇവിടെ മഴ പെയ്ത് കിടക്കുമ്പോൾ കേരളീയം നടത്തി, നവകേരള സദസ് നടത്തിയും 60 ലക്ഷം രൂപയുടെ സ്റ്റേജായിട്ട് പൈസയില്ലാത്ത സർക്കാർ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി ശ്രീ വിശ്വനാഥോടെ സൂചിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ധൂർത്തിനും അഴിമതിക്കും കയ്യിൽ പണമുള്ള സർക്കാർ കേരളത്തിലെ ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർ, ഈ ജോസഫ് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ടാണ്. പഞ്ചായത്ത് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നത്. അതാണ് അയാൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക്? അപ്പൊ അയാൾ മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർക്കാരിന്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത്. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. കാരണം ഇത് കേരളത്തിലെ 50 ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത്. അവർക്കത് നേടിയെടുക്കുന്നത് വരെ, അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.